മഴതോരും മുമ്പേടെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീന ഇനിയും ആ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ പീഡനങ്ങൾ വൈജയന്തിയുടെ കയ്യിൽ നിന്നും അനുഭവിക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കുന്ന ബാലചന്ദ്രൻ അലീനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം അച്ഛൻ്റെ കൈകളിലേക്ക് അലീനെ ഏൽപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്, മോളെ, അച്ഛന് യാതൊരു താല്പര്യവും ഇല്ല നിന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ. പക്ഷേ ഇവിടെ നീ നിന്ന് കഴിഞ്ഞാൽ നിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും നിനക്കിനി എന്തെല്ലാം ഏറ്റുവാങ്ങണമെന്ന് എനിക്കറിയില്ല മോളെ. ഇത്രയും പ്രായത്തിനിടയ്ക്ക് നീ എന്തെല്ലാം കഷ്ടതകൾ സഹിച്ചു. ഇവിടെ വന്നതിന് ശേഷം അവൾ നിന്നെ കൊല്ലാൻ വരെ നോക്കിയില്ലേ. അവൾ എന്തെങ്കിലും നിന്നെ ഇഷ്ടപ്പെടുമെന്നൊരു വിശ്വാസത്തിൽ നീ ഇത്രയും നാൾ ഇവിടെ ജീവിച്ചു. എന്തെല്ലാം ആരുടെയൊക്കെ കൈകളിൽ നിന്ന് നീ എന്തെല്ലാം ഏറ്റുവാങ്ങി മോളെ. ഇനി ഈ അച്ഛന് എത്ര നാൾ നിന്നെ ഇങ്ങനെ സംരക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല മോളെ. അച്ഛൻ്റെ ആരോഗ്യസ്ഥിതിയെല്ലാം നിനക്കറിയാമല്ലോ. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും നിന്നെ ഒരു സുരക്ഷിത കൈകളിലേക്ക് ഏൽപ്പിക്കണം. അതുകൊണ്ടാണ് അച്ഛന് നെഞ്ചു പൊട്ടുന്ന വേദനയുണ്ട്. ഒരിഷ്ടത്തോടു കൂടിയുമല്ല അച്ഛൻ നിന്നെ പറഞ്ഞു വിടുന്നത്. അവിടെ നീ സുരക്ഷിതയായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ മോളെ എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, എന്താ അച്ഛൻ ഈ പറയുന്നത്? അച്ഛൻ എന്നെ അറിയില്ലേ? അച്ഛൻ ശരിയായിട്ടുള്ള തീരുമാനം എടുക്കുമെന്ന് എനിക്കറിയാം. അച്ഛൻ എത്ര വേദന ഉണ്ടായിരിക്കുമെന്നും എനിക്കറിയാം. അച്ഛൻ വിഷമിക്കേണ്ട അച്ഛാ. ഞാൻ പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെയാണ് അങ്ങോട്ട് പോക്കി പോകുന്നത്. അവിടെ സ്ഥിരമായിട്ട് താമസിക്കാനൊന്നും അല്ലല്ലോ. കുറേ നാൾ കഴിഞ്ഞ് എനിക്കിങ്ങ് തിരിച്ചു വരാമല്ലോ. എപ്പോൾ വേണമെങ്കിലും എനിക്ക് നിങ്ങളെ വന്ന് കാണാം. പിന്നെ എന്താ അച്ഛാ, അച്ഛൻ വിഷമിക്കരുത്. അച്ഛൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ അറിയാമല്ലോ. അച്ഛൻ അതുകൊണ്ട് മനസ്സ് വിഷമിപ്പിക്കരുത്. അച്ഛൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണം. എനിക്കെപ്പോഴും പണ്ടത്തെ പോലെ ഓടി വരാൻ കഴിയില്ല. അത്ര ദൂരത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരണ്ടേ അച്ഛാ. അതുകൊണ്ട് എൻ്റെ കാര്യം ആലോചിച്ചിട്ട് അച്ഛന് യാതൊരു ടെൻഷനും വേണ്ട കേട്ടോ. അച്ഛന് ഞാൻ എന്നും ഫോൺ ചെയ്യാം കേട്ടല്ലോ. അച്ഛൻ ഇവിടെ സന്തോഷത്തോടു കൂടിയിരിക്കണം. അച്ഛനറിയാലോ, എനിക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ അച്ഛനെ തന്നെയാണ്. എൻ്റെ സ്വന്തം പപ്പയേക്കാളേറെ ഇഷ്ടം എൻ്റെ ഈ അച്ഛനോട് തന്നെയാണ്. അച്ഛനാണ് എന്നെ ഇതുവരെ എത്തിച്ചത്. ഒരു മകളെപ്പോലെ എന്നെ സ്നേഹിച്ചു. മകളെപ്പോലെയല്ല, മകള് തന്നെയായിട്ട് എന്നെ സ്നേഹിച്ചു. അതൊന്നും എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല അച്ഛാ എന്ന് പറഞ്ഞ് ബാലചന്ദ്രനോട് കെട്ടിപ്പിടിച്ച് കരയുകയാണ് അലീന. ബാലചന്ദ്രൻ്റെ കണ്ണുകളും അങ്ങ് നിറഞ്ഞ് വല്ലാതെ അങ്ങ് വിഷമത്തിലായി പോകുന്നുണ്ട്. ബാലചന്ദ്രൻ പെട്ടെന്ന് തന്നെ അവളോട് പറയുന്നുണ്ട്, മോളെ, എന്നെക്കൊണ്ട് പറ്റുന്നില്ല മോളെ, ഇപ്പോൾ നീ പോയിക്കോ, അച്ഛനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് അവളെ താഴേക്ക് വിടുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം അലീനയും കുട്ടി ബാലചന്ദ്രൻ സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് മനുവിൻ്റെ വീടാണ്. മനുവിൻ്റെ വീട്ടിലേക്ക് ഒരു വക്കീൽ വരുന്നുണ്ട്. അവരുടെ കുടുംബത്തിലെ പഴയ വക്കീലാണ്. അപ്പോൾ വക്കീലിനെ കണ്ട ഉടനെ തന്നെ കമല ചോദിക്കുന്നുണ്ട്, എന്താ വക്കീലെ, ഒരുപാട് നാളായല്ലോ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്, എന്തു പറ്റി? അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, അന്നത്തെ ആ ഒരു വിഹിതം ഇപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് വരാനെന്നുള്ള കാരണങ്ങളുണ്ടായില്ല കമലേ, അതുകൊണ്ടാണ്. മറ്റാരും ഇല്ലേ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ കമല പറയുന്നുണ്ട്, ശിവേട്ടനും മനു ഉണ്ട്, വക്കീലകത്തേക്ക് കയറിയിരിക്കുക എന്ന് പറഞ്ഞിട്ട് ശിവേട്ട എന്ന് പറഞ്ഞ് ശിവേട്ടനെ വിളിക്കുന്നുണ്ട്. ആരാടി എന്ന് ചോദിക്കുമ്പോൾ കമല പറയുന്നുണ്ട്, വാ ശിവേട്ട, ദാ വക്കീൽ വന്നിരിക്കുന്നു എന്ന്. അങ്ങനെ ശിവശങ്കര മേനോനും മനുവും താഴേക്ക് ഇറങ്ങി വരുമ്പോൾ വക്കീലിനെ കാണുമ്പോൾ ശിവശങ്കരൻ പറയുന്നുണ്ട്, എന്താ വക്കീലെ, സുഖമല്ലേ? ഇങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ മറന്നുപോയോ? ഒത്തിരി നാളായല്ലോ വക്കീലിനെ കണ്ടിട്ട്. അപ്പോൾ വക്കീൽ പറയാണ്, ഇങ്ങോട്ടേക്ക് വരാനുള്ള പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായില്ല ശിവശങ്കര, സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വക്കീലിൻ്റെ കയ്യിൽ ഒരു ഫയൽ ഇരിക്കുന്നുണ്ട്. എന്താ വക്കീലേ അത്? അപ്പോൾ വക്കീൽ പറയാണ്, അത് ഇവിടെ നിങ്ങളെ ഏൽപ്പിക്കാനുള്ളത് തന്നെയാണ് ശിവശങ്കര. ഒത്തിരി നാളായിട്ട് എൻ്റെ കയ്യിൽ തന്നെയാണ് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നത്. നിങ്ങളുടെ അച്ഛൻ കുഞ്ഞിരാമൻ സാറ് മരിക്കുമ്പോൾ കുറച്ച് ഫയലൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അന്ന് അതിനു മുന്നേ നിങ്ങൾക്ക് എഴുതി വെച്ച സ്വത്തുക്കളെല്ലാം അന്ന് വിഹിതം വെച്ച് തന്നു. ബാക്കി കുറച്ച് സ്വത്തുക്കളുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? അത് ആരുടെ പേർക്ക് എഴുതി വെച്ച് ഈ ഒരു ഫയലിലുണ്ട്. അന്ന് കുഞ്ഞിരാമൻ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്ന് ഈ ഫയൽ പുറത്തെടുക്കണ്ട എന്നും അതിനൊരു സമയം വരും, ആ സമയത്ത് തന്നെ നീ ഇത് മറ്റുള്ളവരെ ഏൽപ്പിക്കണമെന്നും. അങ്ങനെയാണ് ഞാൻ ആ ഒരു വർഷം നോക്കിയിരുന്നത്. അപ്പോൾ ശിവശങ്കര മേനോൻ പറയുന്നുണ്ട്, എന്താ അച്ഛൻ്റെ ബാക്കി സ്വത്തുക്കൾ? ഞങ്ങൾക്കറിയാം അച്ഛന് ഒരുപാട് സ്ഥലത്ത് ഒരുപാട് സ്വത്തുക്കളുണ്ടെന്ന്. അന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അച്ഛൻ ചിലപ്പോൾ എല്ലാവരുടെ പേർക്കും തുല്യമായിട്ട് വീണ്ടും ആ സ്വത്തുക്കൾ എഴുതി തരുമെന്നാണ്. ഇപ്പോൾ ആരുടെ പേർക്കാ വക്കീലെ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വക്കീൽ പറയുന്നുണ്ട്, അതെല്ലാം ഈ ഫയലിലുണ്ട് ശിവശങ്കര, വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ശിവശങ്കര മേനോൻ്റെ മുഖത്ത് വല്ലാതെ സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. തൻ്റെ പേർക്കാണോ അച്ഛൻ ഈ സ്വത്തുക്കൾ എഴുതി വെച്ചിരിക്കുന്നത്? അതുകൊണ്ട് തന്നെയാണോ വക്കീൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വക്കീൽ ആ ഫയൽ കൊടുക്കുകയും ശിവശങ്കര മേനോൻ വായിച്ചു നോക്കുകയും ചെയ്യുന്നുണ്ട്. തൻ്റെ പേരിലുള്ള ബാക്കി സ്വത്തുക്കളെല്ലാം കുഞ്ഞിരാമൻ സാറ് എഴുതി വച്ചിരിക്കുന്നത് അലീനയുടെ പേർക്കാണ്. അലീന എന്നൊരു പേര് കാണുമ്പോൾ തന്നെ ശിവശങ്കര മേനോൻ ഞെട്ടിപ്പോകുന്നുണ്ട്.
ഓ, അപ്പോൾ അവളുടെ പേരിലേക്കാണോ അച്ഛൻ ഇതൊക്കെ എഴുതി വച്ചിരിക്കുന്നത്? അപ്പോൾ അച്ഛൻ ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ എന്ന് പറയുമ്പോൾ അവർ മുഖത്തെ ഞെട്ടലൊക്കെ കാണുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അച്ഛാ ആരുടെ പേർക്കാ അപ്പൂപ്പൻ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതാ വായിച്ചു നോക്ക്, നിനക്ക് സന്തോഷമാവും എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ മനു വായിച്ചു നോക്കുമ്പോൾ അലീനയുടെ പേർക്കാണ് കുഞ്ഞിരാമൻ സാറിൻ്റെ ബാക്കി സ്വത്തുക്കളെല്ലാം അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. അത് കാണുമ്പോൾ മനുവിന് വല്ലാതെ സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. അലീനയുടെ പേർക്ക് ഇത്രയും സ്വത്തുക്കളൊക്കെ ഉണ്ടെന്നറിയുമ്പോൾ അമ്മയ്ക്ക് അലീനയോടുള്ള ദേഷ്യമൊക്കെ മാറി അവളെ സ്വീകരിക്കും. മനു അവളെ ഭാര്യയായിട്ട് കൂട്ടിക്കൊണ്ടുവന്നാലും അവളെ പൊന്നുപോലെ നോക്കും എന്നൊക്കെ മനുവിന് തോന്നുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ വായിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും വക്കീലിനുള്ള ചായയുമായിട്ട് കമല അടുക്കളയിൽ നിന്ന് വരുന്നത്. എന്താ രണ്ടുപേരെയും മുഖത്ത് രണ്ട് ഭാവങ്ങളായണല്ലോ, എന്താ ശിവേട്ടൻ്റെ മുഖത്ത് വല്ലാതൊരു ദേഷ്യവും ഒക്കെ തോന്നുന്നുണ്ടല്ലോ, എന്ത് പറ്റി, എന്താ ശിവേട്ട അതിൽ എഴുതിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ശിവശങ്കര മേനോൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഇല്ല ഒന്നുമില്ല, അത് വെറുതെ ഒരു ഫയലാണ്. അല്ലല്ലോ, നിങ്ങളത് വായിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മുഖത്ത് എന്തോ ഒരു ദേഷ്യമൊക്കെ തോന്നുന്നുണ്ടല്ലോ, എന്ത് പറ്റിയെന്ന് പറ. എന്താടാ മനു, നിനക്ക് സന്തോഷമൊക്കെ ആണല്ലോ, എന്ത് പറ്റിയെന്ന് പറയടാ മനു. ഇല്ല അമ്മേ, ഒന്നുമില്ല, അത് വെറുതെ ഒരു ഫയൽ വക്കീൽ കൊണ്ടുവന്നതാ. വെറുതെ ഒരു ഫയൽ വക്കീൽ കൊണ്ടുവന്നെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ മുഖത്ത് എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? കടന്നൽ കുട്ടിയതുപോലെയാണല്ലോ ശിവേട്ടൻ്റെ മുഖം ഇരിക്കുന്നത്. ശിവേട്ട ഒന്നും തുറന്ന് പറയുന്നുമില്ല. എന്താ ശിവേട്ട, എന്താ വക്കീലെ ഇവർക്ക് പറ്റിയത്, എന്താ അതിൽ എഴുതിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വക്കീൽ പറയുന്നുണ്ട്, അത് ശിവശങ്കരനോട് തന്നെ ചോദിച്ചാൽ മതി. എന്താ ശിവേട്ട, ഒന്ന് പറ ശിവേട്ട, ചുമ്മാ മനുഷ്യനെ ടെൻഷൻ അടുപ്പിക്കാതെ. ശിവേട്ടൻ്റെ മുഖമൊക്കെ കണ്ടിട്ട് എനിക്കും പേടിയാവുന്നുണ്ടല്ലോ. അമ്മ ഒന്നും മിണ്ടാതിരിക്കാമേ, അച്ഛൻ വെറുതെ എന്തോ പറഞ്ഞതാ, അല്ലാതെ പ്രത്യേകിച്ച് വേറെ കാരണങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് മനു അങ്ങ് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അങ്ങനെ ശിവശങ്കര മേനോൻ ആ ഒരു ഫയല് റൂമിനകത്ത് കൊണ്ട് ഒളിച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം പിറ്റേ ദിവസം കമലയ്ക്ക് ഇങ്ങനെ ആ കാര്യങ്ങൾ ആലോചിച്ച് തന്നെ വല്ലാതെ ഒരു ടെൻഷനും ഒരു വെപ്രാളമാണ് അതിനകത്ത് എന്തെന്നറിയാനായിട്ട്. അങ്ങനെ കമല വൈജയന്തിയെ ഫോൺ ചെയ്യുന്നുണ്ട്. ഫോൺ എടുക്കുന്ന വൈജ ചോദിക്കുന്നുണ്ട്, കമലേട്ടത്തി എന്തുണ്ട് വിശേഷം? ഒത്തിരി നാളായല്ലോ, ഒരു വിവരവും ഇല്ലല്ലോ. ഹരിയൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? അവൻ്റെ സ്വഭാവത്തിലൊക്കെ എന്തെങ്കിലും കുറച്ച് മാറ്റങ്ങളെങ്കിലും ഉണ്ടായോ കമലേട്ടത്തി? ഇനി അവനോട് പറയണം കേട്ടോ, അങ്ങനത്തെ കുഴപ്പത്തിലൊന്നും ചെന്ന് ചാടരുതെന്ന്. എൻ്റെ രോഹിത്തിനെ കൂടെ ഇല്ലാതാക്കിയത് അവനാ എന്ന് പറഞ്ഞിങ്ങനെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ കമലയ്ക്ക് വല്ലാത്ത ദേഷ്യമൊക്കെ വരുന്നുണ്ടെങ്കിലും കമല അതൊക്കെ പോട്ടെ, ഞാനിപ്പോൾ അത് ചോദിക്കാനൊന്നും അല്ല വിളിച്ചത്. എന്താ കമലേട്ടത്തി, എന്താ വിശേഷം എന്ന് പറയുമ്പോൾ കമല പറയുന്നുണ്ട്, എടി വൈജേ, ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം നീ ആരോടും പറയരുത് കേട്ടോ. എന്താ കമലേട്ടത്തി, പറയ്, ചുമ്മാ മനുഷ്യനെ ടെൻഷൻ അടുപ്പിക്കരുതേ. ഒന്നാമത്തെ തലയ്ക്ക് ആക്കപ്പാടെ ഒരു വെപ്രാളോ. അവളിവിടുന്ന് പോയേ പിന്നെ സമാധാനമൊക്കെ ഉണ്ട്. എന്നാലും അവൾ വരച്ച വരയിലെ ഇപ്പോൾ ബാലേട്ടനും ഇവിടെയുള്ള ബാക്കി 3 സന്തതികൾ നിൽക്കൂ. അവൾ പറഞ്ഞതുപോലെ കഴിക്കുള്ളൂ, അവൾ പറഞ്ഞതുപോലെ പഠിക്കുള്ളൂ, അവൾ പറഞ്ഞതുപോലെ പോകുള്ളൂ, അങ്ങനെയൊക്കെയാ. അവൾ പോയെങ്കിൽ എന്താ, ഇവിടെ ഉള്ളതുപോലെ തന്നെയാണ്. പതിയെ ഞാൻ അതെല്ലാം മാറ്റിയെടുത്തോളാം കമലേടത്തി എന്ന് പറഞ്ഞിട്ട് വൈജയന്തി പറയുന്നുണ്ട്. എന്താ കമലേടത്തി വിളിച്ച കാര്യം? എടി വൈജേ, ഇന്നലെ ഇവിടെ വക്കീൽ വന്നിട്ടുണ്ടായിരുന്നു. വക്കീലോ? ഏത് വക്കീലാണ് കമലേടത്തി എന്ന് ചോദിക്കുമ്പോൾ കമല പറയുന്നുണ്ട്, നിനക്കൊന്നും അറിഞ്ഞുകൂടാത്തതുപോലെ വക്കീലിനെ അറിഞ്ഞൂടെ? നമ്മുടെ കുടുംബ വക്കീല്. ദാമോദരൻ വക്കീലാണോ എന്ന് ചോദിക്കുകയാണ്. അതെ, വക്കീൽ വന്നിട്ട് ഇവിടെ ഒരു ഫയൽ കൊണ്ട് ശിവേട്ടനെ ഏൽപ്പിച്ചു. അതിലെന്തോ ഉണ്ട് വൈജേ. ഞാൻ അത് ചെന്ന് നോക്കുന്ന സമയത്ത് ശിവേട്ടൻ അത് എവിടെയോ ഒളിപ്പിച്ചു. അപ്പോൾ ശിവേട്ടൻ അത് വായിച്ചപ്പോൾ ശിവേട്ടൻ്റെ മുഖമൊക്കെ അങ്ങ് വല്ലാതായിപ്പോയി. അതിലെന്തായിരിക്കും വൈജേ, നിനക്ക് എന്തെങ്കിലും ഒരു ഊഹമുണ്ടോ അതിലെന്തായിരിക്കുമെന്ന്? അപ്പോൾ വൈജ പറയുന്നുണ്ട്, അതിലെന്താവാനാ, എന്തെങ്കിലും സ്വത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കമലേടത്തി. ഞാനിപ്പോൾ അതിലെന്താണെന്നറിയാനാ? അല്ല വൈജി, എന്തോ പ്രത്യേകിച്ചുണ്ട്, അതാ ശിവേട്ടൻ എന്നെ കാണിക്കാത്തത്. ശിവേട്ടനും അത് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ശിവേട്ടൻ അതുകൊണ്ട് എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. നീ ഒന്ന് വന്നിരുന്നെങ്കിൽ നമുക്കത് നോക്കായിരുന്നു. വൈജെ, എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് പോകാനൊരു പേടി. ഞാനിങ്ങനെ ചെന്ന് നോക്കുന്ന സമയത്ത് ശിവേട്ടനെങ്ങാനും വന്നാലോ, അല്ലെങ്കിൽ ഞാനൊരു പൊട്ടി, എനിക്കതൊന്ന് വായിച്ചാലൊന്നും കറക്റ്റായിട്ട് മനസ്സിലാവില്ല എൻ്റെ വൈജെ. നീയൊക്കെ ആണെങ്കിൽ കുറച്ച് വിദ്യാഭ്യാസം ഉള്ളവളല്ലേ, നീയും കൂടെ വന്നിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് നോക്കായിരുന്നു. എനിക്ക് ഒരു സമാധാനവും ഇല്ല വൈജെ, അതിനകത്ത് എന്താണെന്നറിയാതെ. അപ്പോൾ വൈജ പറയുന്നുണ്ട്, ശരി കമലേടത്തി, ഇന്ന് ഫോൺ വയ്ക്കുക, ഞാൻ നാളെ രാവിലെ തന്നെ വരാം എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. തിരിച്ച് രാത്രി തന്നെ വൈജയന്തിക്ക് ഉറക്കമില്ലാതെ വൈജയന്തി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, എന്തായിരിക്കും അച്ഛൻ ഏൽപ്പിച്ച ആ ഫയലിനകത്തുള്ളത്? ശിവേട്ടനെ കൊണ്ട് ഏൽപ്പിക്കാൻ മാത്രം അതിനകത്ത് എന്ത് ഒരു കാര്യമായിരിക്കും ഉണ്ടായിരിക്കുക?
അച്ഛൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ ഇത് ശിവേട്ടനുള്ളതാണെന്ന്? അതുകൊണ്ടായിരിക്കുമോ ശിവേട്ടനെ തന്നെ വക്കീൽ കൊണ്ട് ഏൽപ്പിച്ചത്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ശിവേട്ടൻ സന്തോഷത്തോടു കൂടി കമലേട്ടത്തി അറിയിക്കേണ്ടതല്ലേ ഇതൊക്കെ? കമലേട്ടത്തി അങ്ങനെയാണെങ്കിൽ എന്തായാലും കമലേട്ടത്തി എന്നെ ഈ കാര്യം അറിയിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ അതുമല്ല, കമലേട്ടത്തി അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന എന്തോ ഒരു കാര്യമായിരിക്കും അതിനകത്തുള്ളത്. അങ്ങനെ ഉറക്കമില്ലാതെ ആലോചിച്ചതിന് ശേഷം പിറ്റേന്ന് രാവിലെ തന്നെ വൈജയന്തി ഇങ്ങനെ എണീക്കുകയാണ്. അതിനുശേഷം വൈജയന്തി കമലയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കമല, ആ വൈജയ് നീ എത്തിയോ, വാ വാ എന്ന് പറഞ്ഞ് റൂമിലേക്ക്, ശിവശങ്കര മേനോൻ്റെ റൂമിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അവിടെ നിന്നും അവരിങ്ങനെ കുറേ നേരം ഇങ്ങനെ അന്വേഷിച്ചൊക്കെ നോക്കുന്നുണ്ട്. അലമാരയും മേശയും ഒക്കെ ഇങ്ങനെ തുറന്ന് പരിശോധിക്കുമ്പോൾ അവസാനം ഒരു സൈഡിൽ നിന്നും ശിവശങ്കര മേനോൻ ഒളിപ്പിച്ച് വെച്ച ആ ഒരു ഫയൽ കിട്ടുന്നുണ്ട്. ദാദാ കിട്ടി വൈജയ്, കിട്ടി, എന്നാ നോക്കിക്കേ, ഇതേ ഫയൽ തന്നെയാണ് ആ വക്കീൽ കൊണ്ട് ഏൽപ്പിച്ചത്, ഇത് തന്നെയാണ്, ഇത് നോക്കിക്കേ വൈജയ് എന്താന്ന്. അങ്ങനെ വൈജയ് അതെടുത്ത് വായിച്ചു നോക്കുമ്പോൾ വൈജയും വല്ലാതെ അങ്ങ് ഷോക്കായി പോകുന്നുണ്ട്. അവൾക്ക് ആ ഒരു മുഖത്തൊക്കെ ഇങ്ങനെ ദേഷ്യം ഇങ്ങനെ വന്ന് മുഖമൊക്കെ ചുമന്നങ്ങ് തുടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കമൽ ചോദിക്കുന്നുണ്ട്, എന്താ വൈജയ് നിൻ്റെ മുഖമൊക്കെ മാറിയല്ലോ, എന്താ അതിൽ എഴുതിയിരിക്കുന്നത്? അത് കമലയുടെ തീ വേറൊന്നുമല്ല, അച്ഛൻ എന്തിനാ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അച്ഛനിത് എന്തിൻ്റെ കേടാ? അച്ഛൻ്റെ ബാക്കി സ്വത്തുക്കളെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് ആരുടെ പേർക്കാണെന്നറിയാവോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഞെട്ടലോട് കൂടി കമല ചോദിക്കുകയാണ്, ആരുടെ പേർക്കാ വൈജയ്? ഞങ്ങളുടെ പേർക്കാണോ? ഓ ഞങ്ങളുടെ പേർക്ക്, അതിൽ മാത്രം ഒരു കുറവുമില്ല എത്ര കിട്ടിയാലും. അച്ഛൻ ആ സ്വത്തുക്കൾ എഴുതി വെച്ചിരിക്കുന്നത് ആ അഴിഞ്ഞാട്ടക്കാരുടെ പേരിലേക്കാണ്. ആര്? അലീനയോ? ആ അത് തന്നെ, ആ അലീന, അവളുടെ പേരിലേക്ക് അച്ഛൻ ആ സ്വത്തുക്കളെല്ലാം എഴുതി വച്ചിരിക്കുന്നത്. ഇനി ഇത് അച്ഛൻ്റെ മകളാണോ? ഇനി വേറെ ഏതെങ്കിലും അവിഹിതത്തിലുണ്ടായതാണോ? എനിക്കറിയില്ല കമലടത്തി, അച്ഛൻ എന്തിനാ ഈ വയസ്സാം കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്നാ. ഏതെങ്കിലും ഒരു അനാഥ പെണ്ണിന് ഇത്രയും മാത്രം സ്വത്തുക്കൾ അച്ഛൻ എഴുതി വെച്ചു കൊടുക്കുമോ? എനിക്ക് ചിന്തിച്ചിട്ട് ഒരു ഒറ്റും പിടിയും കിട്ടുന്നില്ല. അതോ ഇനി വേറെ ഏതെങ്കിലും മക്കളാണോ അലീന? ശിവേട്ടനെങ്ങാനും? ഒന്ന് പോ വൈജയ്, ശിവേട്ടനെ എനിക്ക് അറിയാവുന്നുള്ളതല്ലേ. ഓ അലീന ഇനി എന്താ ശിവേട്ടൻ്റെ മകളാക്കി വരുത്താനാണോ നിൻ്റെ പ്ലാന്? അല്ല കമലയിടത്തി, പിന്നെ എന്തിനായിരിക്കും അച്ഛൻ ഈ ഒരു അനാഥ പെണ്ണിന് ഇത്രയും മാത്രം സ്വത്തുക്കൾ എഴുതി വെച്ചു കൊടുക്കുന്നത്? അമ്മയെ നോക്കാനെന്ന് പറഞ്ഞു കൊണ്ടുവന്നു, എന്നിട്ട് സ്വത്തുക്കളും കൂടെ ഇപ്പോൾ അവളുടെ പേരിൽ. അത് എത്ര കോടിയേരെയാണെന്ന് കമലയിടത്തേക്ക് അറിയാവോ? എനിക്കൊരു ഒത്തും പിടിയും കിട്ടുന്നില്ല. ഇനി ഗംഗേട്ടൻ്റെ എന്താ അങ്ങനെ എന്തെങ്കിലും? എന്താ വൈജി നീ പറയുന്നത്? ഗംഗേട്ടൻ ശിവേട്ടൻ നിൻ്റെതായിക്കൂടെ? അതിങ്ങനെ കേൾക്കുമ്പോൾ ഒരു ഷോക്കോട് കൂടിയാണെങ്കിലും വൈജി പറയുന്നുണ്ട്, എന്താ കമലേട്ടത്തി ആവശ്യമില്ലാത്ത വർത്തമാനമൊന്നും പറയരുതേ. എൻ്റെയോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ അവരിങ്ങനെ വായിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും ശിവശങ്കര മേനോൻ ഓഫീസിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ വരുമ്പോൾ വൈജയന്തി അവിടെ ഉണ്ടെന്നുള്ള കാര്യം ശിവശങ്കര മേനോന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നേരെ തന്നെ ആ താഴെയൊക്കെ നോക്കിയിട്ട് കാണാതാവുമ്പോൾ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ശിവശങ്കര മേനോൻ്റെ റൂമിൽ ആ ഫയലൊക്കെ പിടിച്ചിട്ട് കമലയും വൈജയായിട്ട് നിൽക്കുന്ന കാണുന്നുണ്ട്. ശിവശങ്കര മേനോനെ കണ്ട ഉടനെ തന്നെ വൈജ ആ ഫയലൊക്കെ അങ്ങ് പുറകിലോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ശിവശങ്കര മേനോൻ ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ എന്നെ കണ്ടപ്പോൾ എന്താ നിങ്ങൾ ഒളിപ്പിച്ചത്? എന്താ നിങ്ങൾക്കൊരു കള്ളം പോലെ തോന്നുന്നല്ലോ? ഒന്നുമില്ല ശിവേട്ടാ. എന്താ കമലെ, പിന്നെ വൈജ വന്നപ്പോൾ ഉടനെ എൻ്റെ റൂമിലേക്കാണോ കൊണ്ടുവന്നത്? അല്ല, ഞങ്ങളിങ്ങനെ പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ സംസാരിച്ചങ്ങ് ഇരുന്ന് പോയതാ. അവള് താഴെ കൂടെയല്ലേ വന്നത്? അവളെ നീ മുകളിലത്തെ റൂമിൽ എൻ്റെ റൂമിൽ എന്താ പിടിച്ചിരുത്തിയത്? താഴെ ഒന്നും സ്ഥലമില്ലാത്തത് കൊണ്ടാണോ കമലെ? എന്താ നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഇന്നലെയോ ആ ഫയൽ കിട്ടിയപ്പോൾ നീ ഇന്നലെ രാത്രി ഉറങ്ങിയില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. നീ വൈജി ഉടനെ തന്നെ വിളിച്ചു വരുത്തിയല്ലേ? എന്താ നിങ്ങൾ എന്നിൽ നിന്ന് മറയ്ക്കുന്നത്? ആ ഫയൽ നിങ്ങൾ എടുത്തു അവിടെ നിന്ന് എന്ന് പറയുമ്പോൾ ഇത് ആ ഒരു ദേഷ്യം സഹിക്കവയ്യാതെ വൈജയന്തി ആ ഫയൽ കാണിക്കുന്നുണ്ട്. എന്താ ശിവേട്ട, ഈ ഫയലിനകത്ത് എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ശിവേട്ട ഇത് വായിച്ചേയല്ലേ? ശിവേട്ടന് ഒരു ഇതൊന്നും തോന്നുന്നില്ലേ ശിവേട്ട? അച്ഛൻ എന്തിനാ ഈ ഒരു ചതി നമ്മളോട് ചെയ്തത്? അച്ഛൻ എന്തിനാ ആ ഒരു അനാഥ പെണ്ണിനെ ഈ ഒരു ഇത്രയും സ്വത്തുക്കൾ എഴുതി കൊടുത്തത്? ശിവേട്ട അതിനെപ്പറ്റി അന്വേഷിച്ചില്ലേ? ഗംഗേട്ടനെ വിളിച്ചു പറഞ്ഞില്ലേ? എന്നാലും അച്ഛൻ എന്തിനാ ഇങ്ങനെ ഒരു ക്രൂരത ഞങ്ങളോട് ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എവിടെയോ കിടന്ന ഒരു അനാഥ പെണ്ണിനെ എൻ്റെ ജീവിതത്തിൽ കൂട്ടിക്കൊണ്ടുവന്നു, എൻ്റെ ജീവിതം താറുമാറാക്കി. എന്നിട്ടിപ്പോൾ അത്രയും സ്വത്തുക്കൾ അച്ഛൻ അവളുടെ പേർക്ക് എഴുതി കൊടുത്തിരിക്കുന്നു. ഈ അച്ഛനത് എന്തിൻ്റെ കേടാ? ഇനി അച്ഛനെങ്ങാനും വയസ്സാം കാലത്ത് വല്ലാത്ത ഇളക്കം തോന്നിയിട്ട് ഒപ്പിച്ചു വെച്ച പണിയാണോ? അതിലുള്ള കുട്ടിയാണോ ഈ അലീന? അങ്ങനെയാണോ അലീനയ്ക്ക് ഇത്രയും സ്വത്തുക്കൾ എഴുതി കൊടുത്തിരിക്കുന്നത്? അല്ലാതെ എവിടെയെങ്കിലും കിടക്കുന്ന അനാഥയ്ക്ക് ഇത്രയും സ്വത്തുക്കളൊന്നും എഴുതി കൊടുക്കേണ്ട കാര്യമൊന്നും അച്ഛനില്ല. അച്ഛൻ അത്രയ്ക്ക് മണ്ടരൊന്നുമല്ല.
ഇതിൽ എന്തോ കാര്യമുണ്ട്, അതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. അപ്പോൾ ശിവശങ്കര മേനോന് ഒന്നും പറയാനും പറ്റുന്നില്ല. വൈജ അത് അറിഞ്ഞു കഴിഞ്ഞാൽ വൈജയ്ക്ക് എന്തായിരിക്കും അവളുടെ പ്രതികരണമെന്നും അവളുടെ ജീവിതം എങ്ങനെ മാറുമെന്നും ഉള്ള കാര്യമൊന്നും ശിവശങ്കരൻ മേനോന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ശിവശങ്കര മേനോൻ എങ്ങനെയൊക്കെയോ പറഞ്ഞ് തിരുത്താനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും വൈജ അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശിവശങ്കര മേനോൻ പറയുന്നുണ്ട്, ഒന്ന് നിർത്ത് വൈജയെ, അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അച്ഛൻ ചിലപ്പോൾ ഒരു പാവം തോന്നിയിട്ട് ആ പെണ്ണിനെ എഴുതി കൊടുത്തതായിരിക്കും. ഇത്രയും സ്വത്തുക്കൾ എന്തിനാ മക്കൾക്കെന്ന് വിചാരിച്ച് കാണും. അത് അച്ഛൻ ചെയ്ത ഒരു നല്ല കാര്യമല്ലേ, അതിന് അച്ഛന് ഇത്രമാത്രം കുറ്റപ്പെടുത്താനുണ്ടോ വൈജയ് എന്ന് പറയുമ്പോൾ വൈജ ചോദിക്കുകയാണ്, എൻ്റെ ദൈവമേ, ശിവേട്ടൻ ഇത്ര മാറ്റുമോ? ശിവേട്ടൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ശിവേട്ട, നിങ്ങളൊക്കെ എന്താ ചിന്തിക്കുന്നതെന്നും നിങ്ങളൊക്കെ ഇത്രയും സൽപ്രവർത്തികൾ ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ശിവേട്ട. എനിക്കിതിലെന്തോ ഒരു കുഴപ്പം തോന്നുന്നുണ്ട്. ഞാനത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും ശിവേട്ട. നിങ്ങൾ നോക്കിക്കോ, നിങ്ങളൊക്കെ എന്നിൽ നിന്ന് എന്തൊക്കെ മറച്ചു വെക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട് ശിവേട്ട എന്ന് പറയുകയാണ്. അതിനുശേഷം അങ്ങനെ വൈജയന്തി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ കമല ഇങ്ങനെ ശിവശങ്കര മേനോനോട് പറയുന്നുണ്ട്, ശിവേട്ട, മനുവിന് ഇത്രയും വയസ്സായില്ലേ, അവനൊരു വിവാഹമൊക്കെ വേണ്ടേ? നമുക്ക് അവൻ്റെ ഫ്രണ്ടിനെ തന്നെ ആലോചിച്ചാലോ? അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എറണാകുളത്ത് നിന്ന് വരുമ്പോൾ അവർ തമ്മിൽ ഒരുമിച്ചല്ലേ ശിവേട്ട വരുന്നത്? പലയിടത്തും ഇറങ്ങി ഫുഡൊക്കെ ഒരുമിച്ച് കഴിച്ച് ഒരുമിച്ച യാത്രയൊക്കെ. എനിക്ക് തോന്നുന്നത് മനുവിന് ആ പെണ്ണിനെ ഇഷ്ടമാണെന്നാണ്. നമുക്കൊന്ന് ആലോചിച്ചാലോ ശിവേട്ട? അപ്പോൾ ശിവശങ്കര മേനോൻ പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്താ വൈജയ്? ശരി, നമുക്ക് ആലോചിക്കാം. സത്യമാണോ ശിവേട്ട പറയുന്നത്? അപ്പോൾ ഞാൻ അവളുടെ അമ്മയെ ഒന്ന് വിളിക്കട്ടെ? നീ ധൈര്യമായിട്ട് വിളിച്ച് സംസാരിക്കുക. അവർക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്കതങ്ങ് നടത്തി കൊടുക്കാം. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ കമല അവളുടെ അമ്മയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മനുവിന് ഒരു വിവാഹാലോചിക്കാനാണ് ഞാൻ വിളിച്ചത്. എനിക്ക് തോന്നുന്നു അവനും നിങ്ങളുടെ മകളും തമ്മിൽ ഇഷ്ടത്തിലാണെന്നാ. അവർ ജോലി സ്ഥലത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരുമിച്ചല്ലേ വരുന്നത്. ചിലപ്പോൾ അവർക്ക് തമ്മിൽ ഇഷ്ടമുണ്ടെങ്കിലോ അതങ്ങ് നടത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു എന്ന്. അതിനിപ്പോൾ എന്താ, ഞാൻ അവളോട് ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്കത് വച്ച് താമസിപ്പിക്കണ്ട, അങ്ങ് നടത്തിക്കളയാം. മനുവിനെ എനിക്കറിയാവുന്നുള്ളതല്ലേ, നല്ല പയ്യനല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ ഫോൺ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യം അവളോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവൾ പറയുന്നുണ്ട്, എനിക്കിഷ്ടമാണ് അമ്മേ, മനുവിനോട് ഒന്ന് സംസാരിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ തിരിച്ച് മനു കമലയുടെ വീട്ടിലേക്ക് വരുമ്പോൾ കമല പറയുന്നുണ്ട്, മനു, നിനക്ക് ഞങ്ങളൊരു വിവാഹാലോചനയൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ മനുവിന് ദേഷ്യം വരികയാണ്. അമ്മയോട് ആരാ പറഞ്ഞത് എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ വിവാഹം നിശ്ചയിക്കാൻ? എനിക്കിഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കുള്ളൂ. അതിന് എനിക്ക് നിങ്ങളുടെ ആരുടെ അനുവാദത്തിൻ്റെ ആവശ്യമില്ല. മേലാൽ എന്നോട് ചോദിക്കാതെ എനിക്കൊരു വിവാഹം നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല, മനസ്സിലായല്ലോ? ഞാൻ കണ്ടെത്തി നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാം. അവസാനം നിങ്ങൾ സമ്മതം പറഞ്ഞാൽ മതി. ഇത് കേൾക്കുമ്പോൾ കമലയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ആ അഴിഞ്ഞാട്ടക്കാരി അനാഥ പെണ്ണായിരിക്കും അലീന. അവൾ നിൻ്റെ കണ്ണും കലാശമൊക്കെ കാണിച്ച് മയക്കി വെച്ചിരിക്കുകയല്ലേ. അവളെ നീ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാമെന്ന് മനു നീ വിചാരിക്കുകയേ വേണ്ട. ഈ അമ്മ ജീവിച്ചിരിക്കും കാലം നിനക്കത് നടത്താനും കഴിയില്ല മനു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവൻ്റെ കൂട്ടുകാരി ഇങ്ങനെ ഫോണിൽ വിളിക്കുകയാണ്, മനു, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന്. അപ്പോൾ മനു പറയുന്നുണ്ട്, എടി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, നമുക്കൊന്ന് എവിടെയെങ്കിലും പുറത്തു വെച്ച് കണ്ടാലോ? അതിനിപ്പോൾ എന്താടാ, നമുക്ക് പുറത്തു വെച്ച് കാണാം എന്ന് പറഞ്ഞ് അവർ പുറത്തു വെച്ച് കാണുകയാണ്. അപ്പോൾ ആ സമയത്ത് ആ പെൺകുട്ടി പറയുന്നുണ്ട്, എടാ, എനിക്ക് നിന്നോട് ഇങ്ങനെ പ്രത്യേകിച്ച് പ്രണയമൊന്നും തോന്നിയിട്ടില്ല, പക്ഷെ നിന്നെ വിട്ടുകളയാനും തോന്നുന്നില്ല. നീ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. നിന്നെപ്പോലെ നല്ലൊരു സ്വഭാവമുള്ള ആണുങ്ങളെ ആരാടാ വിട്ടുകളയുന്നത്? നീ അറിഞ്ഞാണല്ലോ എൻ്റെ അമ്മ വിളിച്ച് വിവാഹ ആലോചന നടത്തിയത്. അതിനെപ്പറ്റി സംസാരിക്കാനാടി ഞാനിപ്പോൾ വന്നത്. നിന്നെ എനിക്ക് അങ്ങനെ ഒരു കണ്ണിൽ കാണാൻ കഴിയില്ല എൻ്റെ ഭാര്യയായിട്ട്. നിനക്ക് എപ്പോഴും ഒരു നല്ല ഫ്രണ്ടാണ്. നിന്നെ ഞാൻ നല്ലൊരു ഫ്രണ്ടായിട്ടേ കണ്ടിട്ടുള്ളൂ. എനിക്ക് മറ്റൊരു രീതിയിൽ ചിന്തിക്കാൻ കഴിയില്ലടി എന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, എന്താടാ അങ്ങനെ അവരൊരു ആലോചന വെച്ചു, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. നിന്നെപ്പോലൊരു നല്ലൊരു പയ്യനെ എങ്ങനെ വിട്ട് കളയാനാ എന്ന് വിചാരിച്ചിട്ടാ. നീ ഓക്കെ ആണെങ്കിൽ ഞാനത് സമ്മതിക്കുമായിരുന്നു. നിനക്ക് മറ്റാരോടെങ്കിലും പ്രണയമുണ്ടോ? എന്നോടത് പറയ്. അപ്പോൾ മനു പറയുന്നുണ്ട്, അതേടി, എനിക്ക് മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. ഇത്രയും നാളും നിൻ്റെ കൂടെ നടന്നിട്ട് എനിക്കറിയാത്ത പെൺകുട്ടിയോ? ആരാടാ എന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, എടി, അവളൊരു അനാഥയാണ്, ഒരു പാവപ്പെട്ടവൾ. അവളെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അവൾക്കൊരു ജീവിതം കൊടുക്കണം, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട്, അലീനയാണോടാ? അതെ, അലീനയാണ്. അലീനയാണോ ആ ലക്കി ഗേള്? നന്നായി.
എനിക്കൊരു പ്രയാസവും. അവരിങ്ങനെ ഒരു ആലോചന വെച്ചു. ഞാനത് നീ ഓക്കെ ആണെങ്കിൽ സമ്മതം പറയുമായിരുന്നു. നിനക്കിപ്പോൾ അലീനെ ഇഷ്ടമാണെന്ന് കരുതിയിട്ട് എനിക്ക് നിൻ്റെ ഫ്രണ്ട്ഷിപ്പിലൊന്നും യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല. എനിക്ക് നിന്നെ പണ്ടത്തെ പോലെ ഫ്രണ്ടായിട്ട് കാണാനാണ് ഇഷ്ടം. ഇപ്പോൾ നീ അതൊക്കെ മറന്നു കളഞ്ഞേക്ക്. അങ്ങനെ ഒരു വിവാഹാഭ്യർത്ഥന നടത്തിയതും ബാക്കി അങ്ങനെയുള്ളതെല്ലാം നമ്മൾ പഴയതുപോലെ ഫ്രണ്ട്സാടാം എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, ഒത്തിരി സന്തോഷമോടി, നിനക്കെന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ അവിടെ നിന്ന് യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം മനു ഇങ്ങനെ അലീനയെ പറ്റി ആലോചിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അലീനയോടൊന്ന് പറയണമെന്ന് വിചാരിച്ചിട്ട് അലീനയെ ഫോൺ ചെയ്യുകയാണ്. അപ്പോൾ അലീന, മനുവേട്ട എന്തുണ്ട് വിശേഷം, പറയും മനേട്ട, സുഖമല്ലേ എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, നീ നിൻ്റെ പപ്പയുടെ അടുത്തേക്ക് പോയേ പിന്നെ ഇങ്ങോട്ടൊന്നൊരു വിളിയും ഇല്ലല്ലോ അലീന, ഞങ്ങളെയൊക്കെ മറന്നു കളഞ്ഞോ നീ, നിനക്ക് സുഖമല്ലേ? അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്താ മനുവേട്ട നിങ്ങളെയൊക്കെ മറന്നു കളയാനോ? എൻ്റെ ഒരു ദിവസം തുടങ്ങുമ്പോൾ അടുത്ത് തീരുന്നത് വരെ നിങ്ങളെ പറ്റിയൊക്കെ അല്ലേ എനിക്ക് ആലോചിക്കാനുള്ളൂ, പിന്നല്ലാതെ ഞാൻ ആരെ പറ്റി ആലോചിക്കാനാ? അയ്യോ ഞങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും പറയല്ലേ അലീന എന്നൊക്കെ ഇങ്ങനെ മനു പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, സത്യമാണ് മനുവേട്ട, ഞാൻ പിന്നെ ആരെ പറ്റിയൊക്കെ ചിന്തിക്കാനാ? അച്ഛനും മനുവേട്ടനും കൃഷ്ണമോളും ബബിതയും രോഹിത്തും ചിന്നുക്കുട്ടിയും രേവതിയും ഇവരൊക്കെ അല്ലാതെ എൻ്റെ ജീവിതത്തിൽ മറ്റാരാ മനുവേട്ട പ്രധാനപ്പെട്ടതായിട്ടുള്ളത്? എന്നും നിങ്ങളെ ഓർക്കും ഞാൻ. അവിടുത്തെ കാര്യങ്ങളാണ് എനിക്ക് എപ്പോഴും മനസ്സിൽ ഓർമ്മ വരുന്നത് എന്ന് പറയണം. ശരി, ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതാ, നിനക്കൊന്ന് വിഷമമായിപ്പോയോ എന്ന് മനു ചോദിക്കുന്നുണ്ട്. ഇല്ല മനുവേട്ട, സാരമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞതിന് ശേഷം അവരങ്ങനെ ഫോൺ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സംഭാഷണം ഇങ്ങനെ പുറകിൽ നിന്നിട്ട് സ്റ്റാൻലി ജോസഫ് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഫോൺ വെച്ചതിന് ശേഷം അലീനയുടെ പപ്പ ചോദിക്കുന്നുണ്ട്, ആരാ മോളെ വിളിച്ചത്? അത് മനുവേട്ടനാ. എന്താ മനുവായിട്ട് നിങ്ങൾ ഇഷ്ടത്തിലാണോ? അയ്യോ അങ്ങനെയൊന്നുമില്ല അച്ഛാ, മനുവേട്ടന എന്നെ അവിടെ ആയിരുന്നു. അപ്പോൾ അവിടെ അനാഥാലയത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നത് മുത്തശ്ശനും മനുവേട്ടനും കൂടെയാണ്. മനുവേട്ടനൊരു നല്ല ആളാ പപ്പ. മോളെ നിൻ്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അവനോട് ഇഷ്ടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് മറന്നു കളഞ്ഞേക്ക്. ആ ഒരു കുടുംബത്തിലേക്ക് തന്നെ ഇനി നിന്നെ വിവാഹം കഴിച്ചു വിടാൻ അച്ഛന് താല്പര്യമില്ല. അപ്പോൾ അത് അലീനയ്ക്ക് വല്ലാത്ത പ്രയാസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അലീന എന്നിട്ട് പറയുന്നുണ്ട്, ഇല്ല പപ്പ, അങ്ങനെ ഒരു ബന്ധമൊന്നും നമ്മൾ തമ്മിലില്ല പപ്പ, അതിനെപ്പറ്റിയൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട കേട്ടോ എന്ന് പറയാണ്. അങ്ങനെ ശരി മോളെ, അച്ഛൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി അങ്ങ് പുറംതിരിഞ്ഞ് പോവുകയാണ്. അങ്ങനെ കുറേ എപ്പിസോഡുകൾക്ക് ശേഷം അലീനയും മനുവും അങ്ങനെ ആ ഒരു ബന്ധം വേണ്ടാന്ന് വയ്ക്കാം എന്നുള്ള തീരുമാനത്തിലൊക്കെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവർ ഒന്നിക്കുന്നുണ്ട്. അപ്പോൾ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡാണ് ഇനി മഴതോരും മുമ്പിലുള്ളത്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി മഴതോരും മുമ്പയുടെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. ബൈ.